അടിപൊളിയായിട്ടല്ലേ ഈ പിള്ളേർ ഡാൻസ് കളിക്കുന്നത്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യണം. പക്ഷേ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതിയോ? പോരാ. നിങ്ങൾ ആ ഡാൻസ് കളിച്ചിട്ടുള്ള രണ്ടുപേരുടെയും പേര് ശ്രദ്ധിച്ചോ? അവരുടെ പേര് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ജാനകിയും നവീനുമാണ് ഡാൻസ് കളിച്ചത്. എന്നാൽ നിങ്ങൾ ഈ പേര് സൂക്ഷിച്ചു നോക്കിയിട്ടില്ല. വെറും നവീൻ അല്ല, നവീൻ കെ റസാഖ്. വെറും ജാനകി അല്ല, ജാനകി ഓം കുമാർ. ഇപ്പൊ മനസ്സിലായോ ഇതിലെ വശപശക്? അതിലിപ്പോ എന്താ പ്രശ്നം? ഈ രണ്ട് പേരുകളുടെയും പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ തലയിലെ ബുദ്ധിയും തലച്ചോറും ഉപയോഗിച്ച് ചിന്തിക്കുന്നോണ്ടാണ്. പകരം നിങ്ങൾ തലയിൽ കക്കൂസ് മാലിന്യം ആണെന്ന് വിചാരിച്ചുകൊണ്ട് ചിന്തിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടും ഈ പേരിന്റെ ഒക്കെ പ്രശ്നം. ഇതേപോലെ ഈ ഡാൻസ് കണ്ടിട്ട് തലയിൽ കക്കൂസ് മാലിന്യം നിറച്ചു വെച്ച് അതുകൊണ്ട് ചിന്തിച്ചിട്ട് ഒരു ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ഈ ചേട്ടന്റെ മഹത്തരമായിട്ടുള്ള ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ജാനകിയും നവീനും തൃശൂർ മെഡിക്കൽ കോളേജിലെ 2 വിദ്യാർത്ഥികളുടെ ഡാൻസ് വൈറലാകുന്നു. ജാനകി ഓംകുമാറും നവീൻ കെ റസാഖുമാണ് വിദ്യാർത്ഥികൾ. എന്തോ പന്തികേട് മണക്കുന്നുണ്ട്. ചേട്ടാ, പന്തികേടല്ല മണക്കുന്നത്. ചേട്ടൻ്റെ തലയിലെ കക്കൂസ് മാലിന്യം വർഗീയതയായിട്ട് പൊട്ടിയൊലിക്കുന്നതിൻ്റെ മണമാണ്. അല്ലാതെ ചേട്ടാ ഇത് വേറെ ഒന്നുമല്ല, വേറെ ഒരു പന്തികേടും ഇല്ല ഇതിൻ്റെ അകത്ത്. പിന്നീട് ഇയാൾ പറയുന്നത്, ജാനകിയുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ നിമിഷയുടെ അമ്മ തെളിയിക്കുന്നത്. ജാനകിയുടെ അച്ഛനും അമ്മയും നന്നായിട്ട് ആ കുട്ടിയെ വളർത്തിയതിൻ്റെ തെളിവാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ആ കുട്ടിക്ക് കഴിയുന്നത്. ആ കുട്ടി കൂടെ നിൽക്കുന്നവൻ്റെ മതം അന്വേഷിച്ചിട്ടല്ല കൂടെ ഡാൻസ് കളിക്കാൻ പോയിട്ടുള്ളത്. ആ കുട്ടി അയാളെ മനുഷ്യനായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അയാളെ കാണുന്നത് അയാളുടെ മതത്തിലൂടെയും അതുപോലെ തന്നെ വർഗീയതയിലൂടെയൊക്കെയാണ്. അതാണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇതെൻ്റെ പുതിയ ട്രിമ്മർ. ഈ ട്രിമ്മർ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. പക്ഷേ ഞാൻ നേരിട്ട് പോയി ആമസോണിൽ നിന്ന് വാങ്ങിച്ചതല്ല. പകരം ഞാൻ ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു. ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഓഫറും കിട്ടും, അതുപോലെ തന്നെ ക്യാഷ് കരോൻ്റെ ക്യാഷ് ബാക്കും കിട്ടും. അപ്പോൾ ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് 25 രൂപ അവർ ഇൻസ്റ്റൻ്റ് ആയിട്ട് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 രൂപ കിട്ടുന്നതായിരിക്കും. ഏകദേശം 1500ഓളം വെബ്സൈറ്റുമായിട്ട് ഇവർ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെബ്സൈറ്റും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. എങ്ങനെയാണ് ആമസോണിൻ്റെ അകത്തുനിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ക്യാഷ് കരോയിൽ കയറുക, എന്നിട്ട് ഈ ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ ആമസോണിൽ നിന്ന് സാധാരണ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അതേ രീതിയിൽ തന്നെ വാങ്ങിക്കുക. അതിനുശേഷം ക്യാഷ് കരോയിൽ വരിക. ക്യാഷ് കരോയിൽ മൈ ഏണിങ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടി എന്നുള്ളത് അറിയാൻ സാധിക്കും. അത് നിങ്ങൾക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? ഇപ്പം തന്നെ ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും 10 പേർക്ക് 300 രൂപ വെച്ചിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചറും ഇവർ തരുന്നതായിരിക്കും ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒന്നും നോക്കണ്ട, ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ ഈ നവീൻ ഉണ്ടല്ലോ, അവൻ ആദ്യമായിട്ട് ഡാൻസ് കളിക്കുന്ന ഒന്നല്ല, ഇതിനു മുൻപും ഡാൻസ് കളിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ട് ആരും പ്രതികരിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്തും പല മതത്തിലും പല ജാതിയിലും പെടുന്ന ആളുകൾ നവീൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പെണ്ണില്ലാത്തതുകൊണ്ട് ഇവരാരും അതിനെതിരെ പ്രതികരിക്കാൻ പോയിട്ടില്ല. പെൺകുട്ടികൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഓൺലൈൻ ആംഗ്ലമാരുടെ ഒരു സപ്പോർട്ട് കൂടെ ആ പോസ്റ്റിന് കിട്ടും. അതാണ് ഇവന്മാരുടെയൊക്കെ പ്രധാന ലക്ഷ്യം. പെൺപിള്ളേരെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ഓൺലൈൻ ആംഗ്ലമാരുടെ സപ്പോർട്ട് കിട്ടും. അതാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് തലമൂത്ത ഒരു ഓൺലൈൻ ആംഗ്ലയെ പരിചയപ്പെടുത്തി തരാം. പണ്ടൊരു തന്നെ സേവ് ദ ഡേറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? ഒരു സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പടം എടുത്തായിരുന്നു. ഒരു പെൺപിള്ള ഉടുമുണ്ട് ഉരിഞ്ഞുകൊണ്ട് ഓടുമ്പോൾ പുറകെ ഒരുത്തം നിൽക്കുന്നത്, തുണി ഉരിഞ്ഞ് കാണിക്കുന്നതും ഒക്കെ ചെയ്യുന്നതും. മനസ്സിലായി തിരിഞ്ഞൊന്ന് കാണിക്കുന്നത്. അതെ, ഭയങ്കര എന്താ ക്രിയേറ്റിവിറ്റി അല്ലേ? കാരണം അച്ഛനും അമ്മയൊക്കെ കാണുമ്പോൾ നല്ല അന്തസ്സും ആഭിജാത്യമുള്ള ഒരു സംസ്കാരം. കാരണം ഭാവി മക്കളൊക്കെ എടുത്ത് വെച്ചിട്ട് തന്ത തള്ളെ തുണി ഉരിഞ്ഞ് കാണിക്കുന്ന പടം കൊള്ളാം, നല്ലതായിട്ടുണ്ടെന്ന് പറയുന്ന ഒരു രീതിയൊക്കെ വരുന്നു. രസമായിരിക്കും അതൊക്കെ. ഇങ്ങേരൊരു അസൽ ഓൺലൈൻ ആംഗ്ലയാണ്. പെൺപിള്ളേരുടെ ഡ്രസ്സിന്റെ ഇറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ പ്രതികരിച്ചിരിക്കും. പെൺപിള്ളേരുടെ ഡ്രസ്സിന്റെ ഇറക്കത്തിന്റെ മുകളിലാണ് ഭാരത സംസ്കാരം തൂങ്ങിക്കിടക്കുന്നതെന്ന് വിചാരിക്കുന്ന ഒരു മണ്ടൻ. ഈ അണ്ണന്റെ മുന്നിലേക്കാണ് കൊന്നപ്പൂ കൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഫോട്ടോയുമായിട്ട് വരുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ അണ്ണൻ പ്രതികരിച്ചു. അണ്ണൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് കൊന്നപ്പൂ കൊണ്ട് നഗ്നത മറച്ച ആ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കാം.
ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? നമ്മൾ ഇതിലും വലുതൊക്കെ ഡെയിലി കാണുന്നതല്ലേ. പക്ഷെ നമ്മുടെ അണ്ണൻ ഈ ഭാരത സംസ്കാരത്തിൽ ഊന്നി ജീവിക്കുന്നതുകൊണ്ട് അണ്ണൻ അതൊരു പ്രശ്നമായിട്ട് തോന്നി. അണ്ണൻ ഉടനെ തന്നെ ഫോൺ എടുത്ത് ആ ഫോട്ടോ എടുത്ത ചെറുക്കനെ വിളിച്ചിട്ട് 2 ഉപദേശം അങ്ങ് കൊടുത്ത് കേട്ടു നോക്ക്. സ്വർണ്ണ നിറത്തിലുള്ള ഈ പൂവ് ഈ കാലഘട്ടത്തിലേ വിരിയത്തുള്ളൂ അല്ലേ? ഇതല്ലാത്തപ്പോഴൊന്നും കൊന്നപ്പൂ വിരിഞ്ഞു നിൽക്കുന്നതല്ല. അപ്പൊ ഈ കാലഘട്ടത്തിൽ വിരിഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഒരു പ്രതീകമാണ്, ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകം എന്ന രീതിയിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം വീട്ടിലെ ഭഗവാന്റെ രൂപം വെച്ച് ഓട്ടുരുളിയും ബാക്കി സാമഗ്രികളും എല്ലാം വെച്ച് ഈ പറയുന്ന ഓരോ കണി ഒരുക്കി വെച്ച് ഓരോരുത്തരും ഐശ്വര്യത്തോടു കൂടി രാവിലെ എഴുന്നേറ്റ് വന്ന് കണ്ണു അടച്ചു വന്നിരുന്ന് കണ്ട് തൊഴുത് ഭഗവാനെ നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി വെക്കുന്നതാ. ആ സമയത്ത് ഇതുപോലൊരു കൂതറയെ കൊണ്ട് വന്ന് ഞാൻ അല്ലാതെ എന്തോ പറയണ്ടേ? കാരണം കുടുംബത്തിൽ പറഞ്ഞതും സൽസ്വഭാവികളും സൽഗുണമായിട്ടുള്ളതും തന്തയും തള്ളയുള്ളവരും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നവരും നല്ല മക്കളായിട്ട് ഇരിക്കുന്നവരും ആരും എന്തായാലും വന്ന് ഇതുപോലൊന്നും കാണിക്കത്തില്ല. ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് കൂതറാന്ന് വിളിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതെടുത്ത് സ്വന്തം ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന ഇവനൊക്കെയാണ് ഭാരത സംസ്കാരം പഠിപ്പിക്കാൻ വരുന്നത്. എന്തായാലും മോനെ കൊള്ളാം. ഒരു സംസ്കാരവും ഇല്ലാത്ത ഒരുത്തൻ നാട്ടുകാരെ സംസ്കാരം പഠിപ്പിക്കാൻ നടക്കുന്നു, പെൺപിള്ളേരെ പ്രത്യേകിച്ച് സംസ്കാരം പഠിപ്പിക്കാൻ നടക്കുന്നു. അല്ല, കാരണം എന്താ വെച്ചാല് കാരണം ഇങ്ങനെ ഒരു വൃത്തിയുടെ അവർ കാണിക്കേണ്ട കാര്യമുണ്ട്. അതില് അവര് ആരും വിഷു കോംപ്ലിമെന്റോ അങ്ങനെ ഒരു സാധനം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അല്ല, നമ്മളെ ഈ ഇപ്പൊ തന്നെ ഈ ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞാൽ ഇതൊരുമാതിരി പിന്നെ ഈ വൃത്തികെട്ട സിനിമയുടെ കവർ പേജിന്റെ പടം പോലാണല്ലോ ഈ പുള്ളിക്കാരത്തി കിടക്കുന്ന, തുണിയില്ലാതെ കിടന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഈ മുല്ലപ്പൂ അല്ല ഈ കൊന്നപ്പൂ ഇട്ടേക്കുന്ന പോലെ ഫീലല്ലേ വരത്തുള്ളൂ. മോളിൽ നിന്നുള്ള ഫോട്ടോ നോക്കുമ്പോൾ ടോപ്പ് ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ നിങ്ങൾ എഴുതേക്കുന്ന 12 പടങ്ങളെങ്ങാണ്ടുള്ള അതിലെ ടോപ്പ് ആംഗിളിൽ നിന്നുള്ള പടം നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ നഗ്നയായ ശരീരത്തിന്റെ മുകളിൽ കുറച്ച് അവിടെ എവിടെയും കുറച്ച് കൊന്നപ്പൂ വെച്ചേക്കുന്നു, ഇങ്ങനെയല്ലേ ഫീൽ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അത് അവർക്കൊരു സുഖം, അതിന് വേണ്ടി എടുത്ത പടം അത്രേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഈ ഒരുമാതിരി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വിഷു എന്ന് പറയുന്നതിന് അതേ രീതിയിലുള്ള ആഘോഷങ്ങൾ വടക്കേ ഇന്ത്യൻ സ്ഥലത്തൊക്കെ അവിടെ കാണും. ഇവര് പോയി ഇങ്ങനെ കാണിച്ചിട്ട് വല്ല ഇത് എടുത്ത് വെച്ചില്ല ആശംസാ കാർഡ് വല്ല ഇട്ടായിരുന്നു. ഇന്നത്തെ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കണം. അവര് ചിലപ്പോൾ ഇന്നതോടുകൂടി ദിവംഗതയായേനെ, ചിത്രത്തിൽ കയറിയേനെ. കാരണം നമ്മുടെ ഇവിടെയെങ്കിലും അങ്ങനെ ആരും ചെയ്യത്തില്ലാത്തത് കൊണ്ട് അങ്ങനെ പലതും കാണിക്കും. ഇവന്റെ ഒക്കെ ഉള്ളിലിരിപ്പ് മനസ്സിലായില്ലേ? നോർത്ത് ഇന്ത്യയിലെ പോലെ ആ ഫോട്ടോ ഇട്ടതിന്റെ പേരിൽ ഈ പെങ്കൊച്ചിനെ തല്ലിക്കൊല്ലാൻ പറ്റാത്തതിലാണ് അവൻ അസ്വസ്ഥത, അല്ലെങ്കിൽ അവന്റെ വിഷമം അതിലാണ്. എന്ത് ചെയ്യാനാ ചേട്ടാ? ഇവിടെയുള്ള ആളുകൾക്ക് സർക്കാർ വിദ്യാഭ്യാസം കൊടുത്തോണ്ട് ഈ ഊളത്തരത്തിന് ഇവിടെയുള്ള ആളുകൾ കൂട്ടു നിൽക്കില്ല. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ആ പെങ്കൊച്ചിനെ അങ്ങ് തല്ലിക്കൊല്ല്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ചേട്ടൻ ഇങ്ങനെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. ഇദ്ദേഹം ഫാഷൻ TV ഒക്കെ കണ്ട് അതിലുള്ള പെൺപിള്ളേർക്ക് എതിരെ കൂടെ പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആദ്യം നമുക്ക് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വിഷു ദിനവും അപമാനിക്കപ്പെട്ടു, വീണ്ടും ഹിന്ദു വിരുദ്ധതയുമായി ജിഹാദി കമ്മ്യൂണിസ്റ്റ്. വിഷുദിനത്തെ അപമാനിച്ച് വീണ്ടും കമ്മ്യൂണിസ്റ്റ് അഹങ്കാരം. ഫോട്ടോഷൂട്ട് നടത്തിയ ബിനോയെ വിളിച്ച് പ്രതിഷേധം അറിയിച്ച്. നീ എങ്ങനെയാ ഇതിൻ്റെ അത് ജിഹാദൊക്കെ കണ്ടുപിടിച്ചേ? ഒരു പെൺകുട്ടി കൊന്നപ്പൂ എടുത്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അതിനകത്തും ജിഹാദോ? ഇവര് വർഗീയത ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ അകത്ത് വർഗീയത കണ്ടുപിടിച്ച് കാണിക്കണമെങ്കിൽ ഇവൻ വേറെ ലെവലാണ്. ഒരു 10-30 കൊല്ലമൊക്കെ കഴിയുമ്പോൾ പുതിയൊരു തലമുറ വരും. അവർ ചരിത്രം പഠിക്കുമ്പോൾ ഇവനെ പോലെയുള്ള വർഗീയവാദികളെയും ഇതുപോലെയുള്ള ഓൺലൈൻ ആംഗ്ലമാരെയൊക്കെ കാണാൻ പോകുന്നത് അറുപ്പോടും വെറുപ്പോടും കൂടി തന്നെ ആയിരിക്കും. ഇവൻ്റെയൊക്കെ കൊച്ചുമക്കള് ഇവനെ പോലെയുള്ള ഒരുത്തനായിരുന്നു അവരുടെ അപ്പൂപ്പൻ എന്ന് പറയാൻ ലജ്ജിക്കും. അങ്ങനെയുള്ള ഒരു കാലം വരും, നോക്കിക്കോ. അപ്പോൾ മറക്കണ്ട, ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ ഓൺലൈൻ ബില്ലുകൾ, ഇലക്ട്രിസിറ്റി ബില്ലുകൾ, നിങ്ങൾ ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എല്ലാ സമയത്തും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും കയറി ക്യാഷ് കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക.